അസ്സലാമു വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ ഫുൾ ഡേ റൂട്ടീനുമായിട്ടാണ്. അതുപോലെ തന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ല, എൻ്റെ ലൈഫിൽ ഞാൻ കുറച്ച് മാറ്റങ്ങളെല്ലാം വരുത്തിയെന്ന് അതെല്ലാം ഈ ഒരു വീഡിയോയിൽ ഷെയർ ആക്കുന്നുണ്ട്. നിങ്ങൾക്കും കൂടി ഉപകാരപ്പെടും. അപ്പോൾ വീഡിയോ എല്ലാവരും മുഴുവനായിട്ട് എന്നെ കണ്ടോക്കുക. വീഡിയോയിലേക്ക് പോകും മുമ്പേ നിങ്ങൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെയുള്ള ബെല്ലൈക്കണും പ്രസ് ചെയ്യാം. അപ്പോൾ അതുപോലെ തന്നെ ഞാൻ 4:30 തന്നെ എണീക്കാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. നമസ്കാരവും ഓത്തും കാര്യങ്ങളും വർക്കൗട്ടും എല്ലാം പഴയ പോലെ തന്നെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നോമ്പെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് ഉഴപ്പെല്ലായതാണ്. എന്താ പറയുക, നോമ്പെല്ലാം കഴിഞ്ഞിട്ട് കുറച്ച് മടിയും കാര്യങ്ങളെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. ഇന്നു മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാ പഴയ റൂട്ടീനിലേക്ക് തന്നെ മാറിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതാ എൻ്റെ കുളിയും ഫ്രഷാല എല്ലാം കഴിഞ്ഞിട്ട് ഞാനിതാ ചായ എടുക്കലാണ്. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനില്ലേ പഴം പുഴുങ്ങിയതും പിന്നെ മുട്ട, ചായ. ഞാൻ ചായ എടുക്കുന്നില്ല, ഉക്കാക്കും മക്കൾക്കും ചായ എടുത്തിട്ടുണ്ട് കേട്ടോ. ചായയുടെയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് എപ്പോഴും ചെയ്യുന്ന പോലെ വീട് വൃത്തിയാക്കാൻ പോലാണ്. നമ്മളില്ലേ രാവിലെ ഉറങ്ങിയണിച്ചാട് തന്നെ ബെഡൊന്ന് വിരിച്ചിട്ട് കഴിഞ്ഞാൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. നമ്മൾ പണി പകുതി കുറഞ്ഞ പോലത്തെ ഒരു ഫീൽ ആയിരിക്കും. പക്ഷേ മുഹമ്മദ് ഉറങ്ങുന്നതുകൊണ്ട് തന്നെ എനിക്ക് രാവിലെ തന്നെ ബെഡൊന്നും വിരിച്ചിടാൻ കഴിയില്ല. പക്ഷേ ഞാൻ എൻ്റെ റൂട്ടീനും കാര്യങ്ങളും അതുപോലെ ഫോളോ ചെയ്യാൻ ശ്രമിക്കുന്ന ഒരാളാണ് കേട്ടോ. എങ്ങനെയാണ് രാവിലെ 4:30 എണീക്കുന്നത് നല്ല ചോദിക്കലുണ്ട്. നമ്മൾ തലേ ദിവസത്തിലെ രാത്രി നേരത്തെ കിടന്നുറങ്ങുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ കയ്യിലെ ഫോൺ ഒന്ന് മാറ്റി വെച്ച് അലാറം ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്ക് എത്ര മണിക്കാണോ എണീക്കേണ്ട ആ ഒരു ടൈം മനസ്സിൽ കണ്ടിട്ട് പിറ്റേ ദിവസം എന്തായാലും നമ്മൾ എണീപ്പിക്കും കേട്ടോ. നമുക്ക് അലാറത്തിനൊന്നും ആവശ്യമില്ല. നമുക്കൊരു എന്താ പറയുക, ഒരു ദൃഢവിശ്വാസം, എന്താ പറയുക, നമ്മളിങ്ങനെ ഉറച്ച തീരുമാനം എന്നെല്ലാം പറയല്ലേ, നാളെ രാവിലെ ഒരു 4:30 എണീക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു 5 മണിക്കെങ്കിലും എണീക്കണം എന്ന് ചിന്തിച്ചിട്ട് കിടന്നുറങ്ങുക. ഇപ്പോൾ കുട്ടികൾക്ക് വെക്കേഷനല്ലേ, എല്ലാവരും മടിയും പിടിച്ച് എന്താ പറയുക കിടന്നുറങ്ങുക, സ്കൂളിലല്ലോ രാവിലെ എണീക്കേണ്ട ആവശ്യമില്ലല്ലോ എന്നെല്ലാം പറഞ്ഞിട്ട് ഞാനും അതുപോലെ തന്നെയാണ് കേട്ടോ ഉണ്ടായിട്ടുണ്ടായിന്. ഈ ഒരു നോമ്പ് കഴിഞ്ഞേരെ പിന്നെ വിചാരിച്ചു അത് ശരിയാവില്ല, നമ്മൾ ഇങ്ങനെ മടി പിടിച്ച ആ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് മാറിക്കഴിഞ്ഞാൽ നമ്മൾ തന്നെ ഇല്ലാണ്ടായിപ്പോവും. അങ്ങനെ എൻ്റെ വെയിറ്റും കാര്യങ്ങളും കുറേ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്നു മുതൽ ഞാൻ എല്ലാം എന്താ പറയുക മാറ്റി പഴയ ഒരു ലൈഫ് സ്റ്റൈലിലേക്ക് തന്നെ മാറണമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ അതിൽ ഞാൻ പ്രധാനമായിട്ട് വരുത്തിയിട്ടുള്ള കാര്യം രാവിലെ ഉറങ്ങിയണിച്ചാട് തന്നെ ഫോൺ കയ്യിലെടുക്കുക എന്നുള്ളത് ഞാൻ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ. കാര്യം രാവിലെ നമ്മൾ ഫോൺ എടുത്തു കഴിഞ്ഞാലേ കുറേ സമയം ആ ഒരു ഫോണിൽ തന്നെ നമ്മളിങ്ങനെ ഓരോരോ റീൽസ് കണ്ട് അല്ലാന്നുണ്ടെങ്കിൽ ഓരോരോ വീഡിയോസ് എല്ലാം കണ്ടിട്ട് ഇങ്ങനെ ടൈം പോകും. അന്നേരം നമ്മൾ മടിയന്മാരായിട്ട് മാറും. അപ്പോൾ രാവിലെ എണീച്ച ഉടനെ തന്നെ ഞാനൊരു ദീർഘശ്വാസം വലിക്കും. പിന്നെ പഠിച്ചവനോട് നന്ദി അറിയും. ഇന്ന് എനിക്ക് ആയുസ് നീട്ടി തന്നതിൽ എന്താ പറയുക, ഇന്ന് എനിക്ക് ജീവനോടെ ഞാൻ ഉണ്ടല്ലോ എന്നുള്ള രീതിയിൽ ദൈവത്തോട് നന്ദി അറിയും. എന്നിട്ട് എണീച്ച് ബ്രഷും കാര്യങ്ങളെല്ലാം ചെയ്ത് പിന്നെ വെള്ളം കുടിക്കും കേട്ടോ. വെള്ളം കുടിച്ച് രാവിലെ എണീച്ചാൽ തന്നെ നമ്മൾ വെള്ളം കുടിക്കണം. 1-2 ഗ്ലാസ് വെള്ളം കുടിക്കൽ നിർബന്ധമാണ്. എന്നറിയുന്നതിലേ നമ്മുടെ ശരീരത്തിൽ ഭയങ്കര എന്താ പറയുക വളരെ എസെൻഷ്യലായിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ ശരീരത്തിനെ ഹൈഡ്രേറ്റ് ചെയ്യാനും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ഡൈജഷനും മെറ്റാബോളിസവും ഇമ്പ്രൂവ് ചെയ്യാനും നമ്മുടെ ശരീരത്തിലെ ഓർഗാൻസും ടിഷ്യൂസ് എല്ലാം ഇതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് കേട്ടോ ഉള്ളത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഡീഹൈഡ്രേറ്റ് ചെയ്യാണ്ട് നിൽക്കുക, നല്ലോണം വെള്ളം കുടിക്കുക. ഒരു 2 ഗ്ലാസ്സെങ്കിലും രാവിലെ എണീച്ച ഉടനെ തന്നെ വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കുക. പിന്നെ ഞാൻ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സസൈസ്. അതിപ്പം നോമ്പ് കഴിഞ്ഞേര് ഗൾഫിൽ പോയേരെ എന്താ പറയുക മടിയും കാര്യങ്ങളെല്ലാം പിടിച്ചുകൊണ്ട് തന്നെ എക്സസൈസ് ഇല്ലാത്തൊരു ലൈഫാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് അതിൻ്റെ ആ ഒരു മാറ്റം ലൈഫിൽ നല്ലോണം എന്താ പറയുക മനസ്സിലായിട്ടുണ്ട് കേട്ടോ. നമ്മളില്ലേ മെൻ്റലി ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആവണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഫിസിക്കലി ഹെൽത്തി ആൻഡ് സ്ട്രോങ് ആയിരിക്കണം. അതിന് നമുക്ക് എക്സസൈസ് നിർബന്ധമാണ്. ഇപ്പോൾ എക്സസൈസ് ഒന്നും ചെയ്യുന്നില്ല, തടിയൊന്നും അനങ്ങുന്നില്ല, നമ്മൾ വീട്ടിലെ പണിയെടുക്കുന്ന എന്താ പറയുക ഡെയിലി ക്ലീൻ ചെയ്യുന്ന അതും മതിയല്ലോ എന്ന് നമ്മൾ വിചാരിക്കും. അങ്ങനെയൊന്നുമല്ല കേട്ടോ. നമ്മൾ എന്തായാലും കുറച്ച് ദൂരെങ്കിലും നടക്കാനെങ്കിലും ശ്രമിക്കുക. നമ്മുടെ ശരീരാനങ്ങൾ പ്രത്യേകിച്ച് ലേഡീസിന് ഒന്നാമത് നമ്മളെ വെയിറ്റ് കൂടും, ഇല്ലാന്നുണ്ടെങ്കിൽ അനാവശ്യമായ സ്ട്രെസ്സ്, ടെൻഷന് കാര്യങ്ങൾ എന്താ പറയുക, അതുപോലെ തന്നെ ഹെൽത്ത് ഇഷ്യൂസ് എല്ലാം വരാൻ നമ്മൾ എന്താ പറയുക തടി അനങ്ങാത്ത എക്സസൈസ് ഇല്ലാത്ത ലൈഫ് നമ്മളെ കൊണ്ടുപോകും കേട്ടോ. വെറുതെ ടെൻഷനാകുന്ന ഒന്നിനും തോന്നില്ല, ഡിപ്രഷനാണെന്നെല്ലാം തോന്നലില്ലേ ചില ടൈമിൽ. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ തടിയൊന്നും അനങ്ങാണ്ട് നമ്മൾ നല്ലോണം വിയർക്കുക, നമ്മൾ അധികം സ്കിൻ കെയർ കാര്യങ്ങൾക്കായിട്ട് ഒരുപാട് പൈസ ചിലവാക്കലുണ്ട്. പക്ഷേ ഇല്ലേ നമ്മളൊന്ന് എക്സസൈസ് ചെയ്തിട്ട് നല്ലോണം വിയർത്താൽ തന്നെയില്ലേ നമ്മളെ സ്കിന്ന് നല്ലോണം ഇമ്പ്രൂവ് ആകുന്നത് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ എൻ്റെ ഇടയിൽ ഞാൻ പറയാൻ വിട്ടുപോയ കാര്യമൊന്ന് രാവിലെ എണീച്ച ഉടനെ ഞാൻ പറഞ്ഞിട്ടില്ലേ പഠിച്ചവനോട് നന്ദി അറിയും. ആ കൂട്ടത്തിൽ പെടുന്നതാണ് നമസ്കാരവും ഊത്തും കാര്യങ്ങളെല്ലാം.
നമ്മൾ ഏത് മതസ്ഥരായിക്കോട്ടെ പ്രാർത്ഥന നമുക്ക് നിർബന്ധമാണ് കേട്ടോ. നമ്മളെ ലൈഫിൽ നമ്മൾ സ്ട്രോങ് ആയിട്ടിരിക്കാനും മെൻ്റലി ഹെൽത്തി മെൻ്റലി ഫിസിക്കലി സ്ട്രോങ് ആയിട്ടിരിക്കാൻ നമുക്ക് പ്രാർത്ഥന നിർബന്ധമായിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. ഞാൻ ചെയ്യുന്നത് നമസ്കരിക്കും, അത് കഴിഞ്ഞിട്ട് കുറച്ച് സമയം ഖുർആൻ പാരായണം ചെയ്യും. അതിൻ്റെ പരിഭാഷ അടക്കം ഓതുമ്പം കുറച്ചുകൂടി നമ്മളോട് ദൈവം സംസാരിക്കുന്ന പോലെ പഠിച്ചോ നമ്മളോട് സംസാരിക്കുന്ന പോലത്തെ ഒരു ഫീൽ എനിക്ക് കിട്ടലുണ്ട് കേട്ടോ. അറബി ഓതുമ്പോൾ കൂലി കിട്ടും, പുണ്യം കിട്ടും. പക്ഷേ അതിൻ്റെ അർത്ഥം ഓതുമ്പം പഠിച്ചോ നമ്മളോട് എന്തെല്ലോ കാര്യങ്ങൾ പറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. അന്നേരം തന്നെ ആ ഒരു ദിവസം നമുക്ക് ജീവിക്കാനുള്ള എനർജി കിട്ടും. ആ ഒരു 24 മണിക്കൂർ ഹാപ്പി ആയിട്ട് ഇരിക്കാനുള്ള എനർജി നമുക്ക് കിട്ടും. ഇന്നലെ കഴിഞ്ഞതോ നാളെ വരാൻ പോകുന്നതോ ചിന്തിച്ചിട്ട് കാര്യമില്ല. ഇന്നെങ്ങനെ ഹാപ്പി ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാമെന്ന് മാത്രം ഇന്നത്തെ ദിവസം നമ്മൾ ഫോക്കസ് ചെയ്യുക. അപ്പം ഇല്ലേ, അത് കഴിഞ്ഞിട്ടാണ് കേട്ടോ എക്സസൈസ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ നല്ലോണം വിയർക്കും, ഒന്ന് ഫ്രഷ് ആവും, നല്ലോണം കുളിച്ച് നല്ല തണുത്ത വെള്ളത്തിൽ മാഷാഅല്ലാ അടിപൊളിയായിട്ട് കുളിച്ച് ഇഷ്ടപ്പെട്ട ഇല്ലയിൽ നല്ല ഡ്രസ്സ് ധരിക്കും. എന്നിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്തെങ്കിലും പെർഫ്യൂമും കാര്യങ്ങളും അടിക്കും. അങ്ങനെ ആവുമ്പില്ലേ അന്നത്തെ ദിവസം ജീവിക്കാനുള്ള, അന്നത്തെ ദിവസം ഹാപ്പി ആക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ എനിക്ക് കിട്ടിയ പോലെ ഫീൽ ചെയ്യലുണ്ട് കേട്ടോ. ഒരു ഡേ പ്രൊഡക്റ്റീവായിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് അങ്ങനെയെല്ലാം ചെയ്ത് നോക്കിയാൽ ആ ഒരു ഡേ മൊത്തത്തിൽ അടിപൊളിയായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ നേരെ തിരിച്ച് നമ്മൾ വൈകി എണീക്കുന്ന, അത് കഴിഞ്ഞ് കുറേ സമയം മൊബൈലിൽ വാട്സപ്പിലും ഇൻസ്റ്റയിലും എല്ലാം കുറേ സമയം ചിലവഴിക്കുന്നത്, അതെല്ലാം കഴിഞ്ഞിട്ട് ഒരുപാട് ടൈം നമുക്ക് നഷ്ടമായി. അത് കഴിഞ്ഞിട്ടായിരിക്കും നമ്മൾ കിച്ചണിലേക്ക് കയറുന്നത്, ക്ലീൻ ചെയ്യാൻ വിചാരിക്കുന്നത്. ഒരു 3-4 മണി വരെ ഭയങ്കര സ്ട്രെസ്സായിരിക്കും. വൈകുന്നേരം വരെ പണിയും തീരൂല, നമുക്ക് ഭയങ്കര ദേഷ്യവും സ്ട്രെസ്സും കാര്യങ്ങളെല്ലാം ആയിരിക്കും. അപ്പം എനിക്ക് അങ്ങനെയെല്ലാം ഉണ്ടായിട്ടുണ്ട് കേട്ടോ എൻ്റെ ലൈഫിൽ. അതുകൊണ്ടാണ് എൻ്റെ ലൈഫിൽ ഞാൻ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി. പക്ഷെ അത് ഞാൻ സ്റ്റോപ്പ് ചെയ്യുമ്പോൾ വീണ്ടും എനിക്ക് പണി തീരാത്ത അവസ്ഥ, വെറുതെ ടെൻഷൻ അടിക്കുന്ന കാര്യങ്ങൾ, അതെല്ലാം എനിക്കും ഉണ്ടാകലുണ്ട് കേട്ടോ. അധികം ലേഡീസ് പറയുന്ന പരാതി തന്നെയാണിത്. പണി തീരുന്നില്ല, നമ്മളെ ഹെൽത്ത് നോക്കാൻ കഴിയുന്നില്ല, പണി നിർന്നിട്ട് വേണ്ടേ നമ്മുടെ ശരീരം നോക്കാൻ വേണ്ടിക്കുന്നെല്ലാം ഒരുപാട് പേര് പറയലുണ്ട്. ഇപ്പം നമ്മളെ ലൈഫിൽ ഓരോരോ കാര്യത്തിന് ചിട്ട വരുത്തുവാണെങ്കിലേ എല്ലാത്തിനും ടൈം നമുക്ക് കിട്ടും. അങ്ങനെ ഞാനിപ്പില്ലേ ഒരുപാട് കാര്യങ്ങൾ ഒരുമിച്ച് ചെയ്യുന്നുണ്ട്. എൻ്റെ ബിസിനസ് ആയിക്കോട്ടെ, യൂട്യൂബ് വീഡിയോ ആയിക്കോട്ടെ, അതുപോലെ തന്നെ എൻ്റെ വീട്ടിലത്തെ കാര്യങ്ങൾ എല്ലാം നമുക്ക് മാഷാഅല്ലാ പെർഫെക്റ്റായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടൈം മാനേജ്മെൻറ്റ് നിർബന്ധമാണ്. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ സമയത്തിനുള്ളിൽ ഒരുപാട് പണികൾ ഞാൻ ചെയ്ത് തീർത്തിട്ടുണ്ട് കേട്ടോ. അന്നത്തെ ദിവസം നിങ്ങൾ വീഡിയോയിൽ കണ്ട പോലെ തന്നെ വർക്കൗട്ടും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പിന്നെന്താ കുളിച്ച് ഫ്രഷായി ചായ കുടിച്ച് പിന്നെ ക്ലീനിങ്ങിലേക്കാണ്. ഞാൻ ആദ്യം എൻ്റെ ബെഡ്റൂം ക്ലീൻ ചെയ്യാനാണ് കേട്ടോ വരുത്ത്. എന്നിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ കുട്ടികളുടെ ബെഡ്റൂമും കാര്യങ്ങളിലും ക്ലീൻ ആക്കും. ഞാനില്ലേ കുറച്ച് സൽവാർ വാങ്ങിയിട്ടുണ്ടായിന്, അപ്പോൾ അതിലൊന്ന് മടക്കി എടുത്ത് ഒതുക്കി വെക്കലാണ്. പിന്നെന്താ എൻ്റെ കബോർഡ് ഒന്ന് ക്ലീൻ ആക്കാനുണ്ട്, ബെഡ്ഷീറ്റെല്ലാം വിരിച്ച്. പിന്നെ നാട്ടിലെത്തിയിട്ട് ചെടിയെല്ലാം കുറേ മോശമായി പോയിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ലാ അതെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ എൻ്റെ സൗണ്ടിന് എന്ത് പറ്റിയെന്ന് വിചാരിക്കുന്നുണ്ടാവും. എനിക്കില്ലേ ഗൾഫിൽ നിന്ന് വരുന്ന ടൈം പനി ഉണ്ടായിട്ടുണ്ടായിന്, അപ്പം ഇതുവരെ സൗണ്ടൊന്നും ശരിയായിട്ടില്ല. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം, ഡ്രസ്സെല്ലാം അലക്കി കഴിഞ്ഞാലില്ലേ അന്നത്തെ ദിവസം തന്നെ അത് മടക്കി വെക്കാൻ ശ്രദ്ധിക്കുക. ഒരു ഭാഗത്ത് അങ്ങനെ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമ്മൾ അലക്കുമ്പം അതവിടെ കൊണ്ടുപോയിട്ട് വീണ്ടും ഇടും. അങ്ങനെ കുന്നുകൂടിയ അവസ്ഥയാവും. പിന്നെ നമുക്ക് പണി തീരാത്ത അവസ്ഥയായിരിക്കും. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ അന്നേരം തന്നെ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലില്ലേ നമുക്ക് പണി ഒരുപാട് എളുപ്പമായിരിക്കും. ഇതിപ്പം കുറച്ച് ഡ്രസ്സ് ഉണ്ട്, ഞാനത് നാളെ ചെയ്യാമില്ല എന്നുണ്ടെങ്കിൽ പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പിന്നെ വേറെ എന്തെങ്കിലും പണിയിൽ നമ്മൾ മുഴുകുമ്പം അത് അവിടെ തന്നെ ആയിപ്പോവും. പിന്നെ നമ്മൾ വീട്ടമ്മമാർ എപ്പോഴും പറയുന്നതാണ്, എനിക്ക് അതില്ല ഇതില്ല, എനിക്ക് എല്ലാം ഉണ്ടെങ്കിലേ സമാധാനം ഉണ്ടാവും, അതെല്ലാം ഉണ്ടെങ്കിലേ ഞാൻ സന്തോഷിക്കുമെന്നല്ലോ. അങ്ങനെയല്ല കേട്ടോ. നമുക്ക് എന്തുണ്ടെങ്കിലും ലോകത്തുള്ള മൊത്തം കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ടെങ്കിലും സമാധാനം ഇല്ലെങ്കിലേ, സമാധാനം കണ്ടെത്താത്ത മനസ്സാണ് നമ്മളതുണ്ടെങ്കിലേ നമുക്ക് ഒരിക്കലും എവിടെ നിന്നും സമാധാനം കിട്ടൂല. അതൊരു കുടിലാണെങ്കിലും എന്താണെന്നുണ്ടെങ്കിലും അവിടെ നമ്മൾ സമാധാനം കണ്ടെത്തുന്നവരാണെന്നുണ്ടെങ്കിലേ എപ്പോഴും സന്തോഷം ഉണ്ടാവും. സമാധാനം ആരും കൊണ്ട് തരൂല. ഒരു കാര്യത്തിൽ നമുക്ക് സമാധാനം കിട്ടൂല. ഒരു ഡ്രസ്സ് വാങ്ങി വിചാരിച്ചിട്ടും അല്ലാന്നുണ്ടെങ്കിൽ കുറേ പാത്രങ്ങൾ, കുറേ നല്ല വീട്, അത് ഇത് എല്ലാം ഉണ്ടെങ്കിലും സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ വിചാരിക്കണം. അതിന് പ്രത്യേകിച്ച് നമ്മളെ ഹെൽത്ത് നോക്കണം, നമ്മളെ ആരോഗ്യം നമ്മൾ സംരക്ഷിക്കണം, നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ ചിട്ടയിലെ ലൈഫ് ഉണ്ടാകണം. അതിലെല്ലാം നമുക്ക് ഹാപ്പിനെസ് ഉണ്ടാവും. അതുപോലെ നമ്മൾ മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യുക, മറ്റുള്ളവർക്ക് സന്തോഷിക്കുന്ന കാര്യങ്ങൾ ഉണ്ടാക്കി കൊടുക്കുക. അങ്ങനെയല്ലോ എന്നിട്ടാ നമുക്ക് സന്തോഷം ഉണ്ടാവുക. അല്ലാണ്ട് കുറേ കാര്യങ്ങൾ നമ്മളെ കയ്യിലുണ്ട് എന്ന് വിചാരിച്ചിട്ട് സന്തോഷം ഉണ്ടാവണം എന്നില്ല.
പിന്നെന്താ ഇനിയിപ്പോൾ ഈ സെൻട്രാളും കാര്യങ്ങളും സ്കൂൾ വിട്ടേരിയയില്ലേ വീടിൻ്റെ എല്ലാം അവസ്ഥ പറയേണ്ട ആവശ്യമൊന്നുമില്ല. എല്ലാ പാരൻസിൻ്റെയും അവസ്ഥ തന്നെയായിരിക്കും. ഒത്ത അലങ്കോലായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ കോട്ടയാടിലല്ലേ ഡെയിലി അടിച്ചു വരണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ചെറിയ തെങ്ങിൻ്റെ പൂക്കലും കാര്യങ്ങളും പിന്നെ ഞാൻ എന്താ പറയുക ഫാഷൻ ഫ്രൂട്ടിൻ്റെ മരം നട്ടിട്ടുണ്ടായിന് പടർത്തിയിട്ടുണ്ടായിന് അതിൻ്റെ ഇലകളും കാര്യങ്ങളെല്ലാം വീഴും കേട്ടോ. മഴ പെയ്തിനെങ്കിൽ പ്രത്യേകിച്ച് വൃത്തിയുടെ ആയിരിക്കും. ഇൻഷാല്ല ഇവിടെ പൂള് ചെയ്യണമെന്ന് പറയുന്നുണ്ട് എന്താ പറയുക മൊത്തത്തിൽ കവർ ചെയ്തിട്ട് പൂള് ചെയ്യണമെന്ന്. കാര്യം ഡെയിലി എന്താ പറയുക പക്ഷികളെ ശല്യവും കാര്യങ്ങളും എല്ലാം ഉണ്ട്. ആദ്യം ഈ വീട് എടുക്കുന്ന ടൈമൊക്കെ ഇവിടെ പൂളാക്കാന്നെല്ലാം പറഞ്ഞിട്ട് ഇനി നമ്മൾ പ്ലാനെല്ലാം ഉണ്ടായ പിന്നെ പൂളാക്കി കഴിഞ്ഞാൽ നമ്മൾ ഡെയിലി യൂസ് ചെയ്യൂല, അങ്ങനത്തെ എല്ലാം പ്രശ്നങ്ങളുണ്ട്. പിന്നെ വെള്ളം ചേഞ്ച് ചെയ്യൽ കാര്യങ്ങളെല്ലാം ആയിട്ട് കുറേ പണിയല്ലേ, അതുകൊണ്ട് പിന്നെ അത് ഒഴിവാക്കിയതാണ്. പക്ഷെ ഇപ്പൊക്കെ പറയുന്നുണ്ട് നമുക്കിവിടെ പൂള് ചെയ്യാമെന്നെല്ലാം പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. എനിക്കിങ്ങനെ ചെടികളെല്ലാം വെച്ചിട്ടാണ് ഇഷ്ടം. ഇൻഷാല്ല പറ്റുകയെന്നുണ്ടെങ്കിൽ ഞാൻ എന്തായാലും ഒഴിവാക്കുക തന്നെ ചെയ്യും. ഷിക്കിക്കാൻ്റെ ആഗ്രഹം അങ്ങനെ പറയുന്നുണ്ട്, ഞാനിപ്പം വേണ്ടാന്നൊന്നും പറഞ്ഞിട്ടില്ല. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഞാൻ ഇവിടെ ഇങ്ങനെ എന്താ പറയുക അടിച്ചു വാരലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ചെടിക്കെല്ലാം വെള്ളമൊഴിക്കലാണ്. പിന്നെ നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഹോബീസ് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട കാര്യങ്ങളിലേക്ക് മുഴുകുക കേട്ടോ. ഡെയിലി ഒരേ റൂട്ടീൻ ഒരേ ലൈഫ് അല്ലാവുമ്പോൾ നമുക്കൊരു മടുപ്പ് വരും, വെറുതെ ടെൻഷൻ അടിക്കും, എന്താ പറയുക എന്തെല്ലോ അനാവശ്യമായിട്ട് ചിന്തിച്ചിട്ടിരിക്കും, അങ്ങനെയെല്ലാം പ്രശ്നങ്ങൾ വരും. അപ്പോൾ ലൈഫിൽ നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ നമുക്കായിട്ട് മാറ്റി എന്താ പറയുക ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് സമയം നമുക്കായിട്ട് മാറ്റി വെക്കാം കേട്ടോ. എനിക്കതുപോലെ ഇഷ്ടപ്പെട്ട കാര്യമാണ് ചെടി നോക്കൽ. ഇനിയിപ്പോൾ എന്ത് ടൈമില്ലെങ്കിലും ഞാൻ കുറച്ച് സമയം ഇവിടെ ഒന്ന് ചിലവഴിക്കലുണ്ട് കേട്ടോ. ഇതെനിക്ക് ഒരുപാട് ഹാപ്പിനെസ് തരുന്ന ഒരു കാര്യമാണ്. അങ്ങനെ പിന്നെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ വെയിറ്റും കാര്യങ്ങളും എല്ലാം കുറച്ച് കൂടിയതിന് കുറച്ച് മടിയെല്ലാം ഒരു ക്യാരക്ടറായിട്ട് മാറിയിട്ടുണ്ട് കേട്ടോ. ഗൾഫിൽ പോയിട്ട് വന്നേരെ നോമ്പെല്ലാം കഴിഞ്ഞില്ലേ, ഇഷ്ടപ്പെട്ടതെല്ലാം കഴിക്കുക, അതുപോലെ തന്നെ എക്സസൈസ് ഇല്ല, ഇങ്ങനെയുള്ള ഒരു ലൈഫ് ഒരു മോട്ടിവേഷൻ ഇല്ലാത്തൊരു ലൈഫായിട്ട് മാറിയിട്ടുണ്ടായിന്. അപ്പം ഞാൻ പുതുതായിട്ട് എന്താ പറയുക ഫിറ്റ്നസ് ചാലഞ്ചിൽ ജോയിൻ ചെയ്തിട്ടുണ്ട്. ആഷ്മി ഫിറ്റ്നസ് ചാലഞ്ച് ഇവരിൽ 15 ഡേയ്സിൻ്റെ ഒരു ചലഞ്ച് ഏപ്രിൽ 21 മുതൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതിൽ വരുന്നത് ഗ്രൂപ്പ് ട്രെയിനിങ്, പേഴ്സണൽ ട്രെയിനിങ്, അതുപോലെ തന്നെ ഇവരെ റേറ്റ് ആണെങ്കിൽ ഭയങ്കര ചീപ്പാണ്, അതുപോലെ ഗുഡ് സർവീസുമാണ് കേട്ടോ. അപ്പം നിങ്ങളെ ലൈഫ് ഇങ്ങനെയെല്ലാം പോകുന്നതാണെന്നുണ്ടെങ്കിൽ നിൽക്കുന്ന വെയിറ്റെല്ലാം കുറച്ചൊന്ന് ഹെൽത്തി ആണോ എന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് എൻക്വയറി ചെയ്ത് നോക്ക്. ഇപ്പോൾ ഓഫറെല്ലാം ഉണ്ട് കേട്ടോ, കുറഞ്ഞ പൈസക്കാണ് കേട്ടോ ഇവർ ഈ ഒരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. നിങ്ങൾ ഈ ഒരു ചാൻസ് എന്തായാലും മിസ് ചെയ്യേണ്ട. PCOD, PCOS, ഫീഡിങ്, മദർ, കിഡ്സ് ഇവർക്കൊക്കെ എന്താ പറയുക ഇവർക്കെല്ലാം ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ഇതിൽ ജോയിൻ ചെയ്തിട്ടില്ലേ ഇവരെ മെയിൻ പ്രത്യേകത എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരിക്കലും ഫുഡ് കഴിക്കാത്തൊരു എന്താ പറയുക ഡയറ്റും കാര്യങ്ങളൊന്നുമല്ല ഇവർ ഫോളോ ചെയ്യാൻ പറയുന്നത്. നമുക്കിപ്പം ഫംഗ്ഷനെല്ലാം വന്നു കഴിഞ്ഞാൽ എങ്ങനെ ഫുഡ് കഴിക്കണം എല്ലാം ഇവർ കറക്റ്റായിട്ട് പറഞ്ഞു തരും കേട്ടോ. അതുപോലെ തന്നെയില്ലേ ഇപ്പാന്നുണ്ടെങ്കിൽ നോമ്പെല്ലാം കഴിഞ്ഞ് വെറും കല്യാണം, വീട്ടിൽ കൂടൽ കാര്യങ്ങളെല്ലാം ആയിട്ട് എല്ലാവരും തിരക്കിലാണ്. അപ്പോൾ നമുക്ക് എന്താ പറയുക ഡയറ്റും കാര്യങ്ങളും ചെയ്യാനൊരു മോട്ടിവേഷൻ ഉണ്ടാവില്ല, ഫുഡ് കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നും. അങ്ങനെ നമ്മളെ മോട്ടിവേഷൻ കുറേ ആണ്ട് ഇവർ നോക്കുന്നുണ്ട് കേട്ടോ. നമ്മളിത് നട്ടപ്പാതിരാക്കി വിളിച്ച് കഴിഞ്ഞാലും നമ്മളെ ഡൗട്ടും കാര്യങ്ങളും എന്താ പറയുക ഇവർ ക്ലിയർ ആക്കി തരുന്നതാണ് ഇവരെ അടുത്തൊരു പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമുക്കിപ്പം മതി ഡയറ്റൊന്നും ചെയ്യണ്ട, ഇങ്ങനത്തെ ഒരു ലൈഫ് എന്താ പറയുക ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലും മതി എന്നെല്ലാം ചിന്തിച്ചിട്ട് നമ്മൾ ഇടയ്ക്ക് വെച്ചിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്യൂലേ. പക്ഷേ ഇവരുടെ കാര്യത്തിൽ അങ്ങനെ സ്റ്റോപ്പ് ചെയ്യുന്ന പ്രശ്നവും കാര്യങ്ങളൊന്നും വരില്ല കേട്ടോ. ഇവർ നമ്മൾ ഡെയിലി മോട്ടിവേറ്റ് ചെയ്യും, എന്ത് കഴിക്കണം എങ്ങനെ കഴിക്കണം എന്നെല്ലാം നമുക്ക് കറക്റ്റായിട്ട് പറഞ്ഞു തരും. അതുപോലെ തന്നെ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് കുറക്കാനും പറ്റും. അതുപോലെ തന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ മോട്ടിവേഷൻ കുറയാണ്ട് നോക്കാൻ ഇവർ ഡെയിലി നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കും. അങ്ങനെ എന്തായാലും ജോയിൻ ചെയ്തതിലേ ഒരിക്കലും നിരാശപ്പെടേണ്ട വരില്ല കേട്ടോ. അപ്പം ആർക്കെങ്കിലും വെയിറ്റ് കുറയ്ക്കണമെന്ന് ഹെൽത്തിയാണ് പായം ഒരു ഭംഗിയും കാര്യങ്ങളെല്ലാം തിരിച്ചുകൊണ്ടാണ് ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ആഷ്മിൻ്റെ 50 ഡേയ്സ് ചാലഞ്ചിൽ ജോയിൻ ചെയ്തു. ഈ വരുന്ന ഏപ്രിൽ 21 കേട്ടോ അടുത്ത ബാച്ച് ഇവർ സ്റ്റാർട്ട് ചെയ്യുന്നത്. എന്തായാലും എന്താ പറയുക
എന്താ പറയുക എനിക്ക് അടിപൊളിയായിട്ട് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞാൻ എന്തായാലും ജോയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇൻഷാല്ല വെയിറ്റ് എല്ലാം കുറഞ്ഞ് വെയിറ്റ് കുറയാൻ മാത്രമല്ല കേട്ടോ, നമ്മൾ ഇങ്ങനത്തെ ഫിറ്റ്നസ് ചാലഞ്ചിലെല്ലാം ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മെൻ്റലി ആയാലും ഫിസിക്കലി ആയാലും നമ്മളൊന്ന് സ്ട്രോങ് ആവും. അതുപോലെ തന്നെ നമ്മൾ ഹെൽത്തി ആവും. നമ്മളെ ബോഡിയിലൊന്ന് ഫിറ്റായി അടിപൊളിയാവും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വരും. അധിക ലേഡീസിനും ഇതിട്ടാൽ എനിക്ക് ചേരൂല, അതിട്ടാൽ എനിക്ക് ചേരൂല, പല ഡ്രസ്സും നമുക്ക് ഇഷ്ടപ്പെട്ട ഡ്രസ്സ് പോലും നമ്മൾ വേണ്ടാന്ന് നോക്കലില്ലേ. അതിനൊന്നും ആവശ്യമില്ല കേട്ടോ. നമ്മൾ ഫുഡ് കഴിച്ചുകൊണ്ട് തന്നെ നമുക്ക് വെയിറ്റ് എല്ലാം കുറച്ച് ബോഡിയിലൊന്ന് ഫിറ്റാക്കി അടിപൊളിയായിട്ട് ഹാപ്പി ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ നമുക്ക് കഴിയും കേട്ടോ. ഞാൻ ഡീറ്റെയിൽസും കാര്യങ്ങളും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക. എന്തായാലും നിങ്ങൾ ചെക്ക് ചെയ്തോ. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ വെയിറ്റും കാര്യങ്ങളെല്ലാം കുറച്ച് ഹെൽത്തി ആയിട്ടിരിക്കുക. മാഷാ അല്ലാഹ് നമ്മളെല്ലാവരും അടിപൊളിയായിട്ടിരിക്കാൻ പ്രാർത്ഥിക്കുക. അത്ര തന്നെ. പിന്നെന്താ, ഞാനില്ലേ സെൻട്രാളും കാര്യങ്ങളും എല്ലാം ക്ലീൻ ആക്കി കഴിഞ്ഞ ശേഷം കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിങ്ങനെ പാൽപ്പാട ശേഖരിക്കലുണ്ട് കേട്ടോ. ഇപ്പം എന്നുണ്ടെങ്കിൽ നോമ്പിന് മുമ്പേ ഞാൻ ശേഖരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. 2 ബോക്സെല്ലാം നിറഞ്ഞിട്ടുണ്ട്. ഇതുവരെ ഞാൻ ഗീ ആക്കിയിട്ടില്ല. ഗൾഫിലെല്ലാം പോയിട്ട് വന്നിട്ട് ആക്കാമെന്നെല്ലാം വിചാരിച്ചതാണ്. ഇതിപ്പം 3ാമത്തെ ബോക്സ് അങ്ങനെ ഉപ്പിയൊക്കെ ഉണ്ടായിന്ന് പറയട്ടില്ലേ, അന്നേരം അവർ കുറച്ചായിട്ട് പാൽപ്പാട അങ്ങനെ ശേഖരിച്ച് വെക്കുന്നുണ്ട്. ഇൻഷാല്ലാ ഗീ ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഷെയർ ആക്കാം കേട്ടോ. ഇത് ഉണ്ടാക്കുന്ന ടൈമിൽ അങ്ങനെ തന്നെ കുറേ മാങ്ങ ഉപ്പ വീട്ടിൽ നിന്ന് പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മളെ പുതിയങ്ങാടി വീട്ടിലത്തെ മാങ്ങ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇങ്ങനെ പച്ചനെ തിന്നാനും ഇളം പഴുപ്പിൽ ഉപ്പും കൂട്ടിയിട്ട് ഉപ്പും മുളകെല്ലാം കൂട്ടിയിട്ട് കഴിക്കാനെല്ലാം ഭയങ്കര അടിപൊളിയാണ്. അതിൻ്റെ അച്ചാറുണ്ടാക്കണം, ഉപ്പിലിടണം എന്നെല്ലാം വിചാരിച്ചിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. അങ്ങനെ പിന്നെന്താ, അതെല്ലാം അടുത്ത വീഡിയോയിൽ ഞാൻ എന്തായാലും ഷെയർ ആക്കാം. പിന്നെന്താ, ഞാനില്ലേ എന്താ പറയുക മണത്തിനടിക്ക് എന്തെങ്കിലും ലിക്വിഡ് ഒഴിക്കും കേട്ടോ. വീട്ടിൽ എന്താ പറയുക കിച്ചണെല്ലാം നല്ല സ്മെല്ല് ഉണ്ടാകാൻ വേണ്ടിക്ക് എന്താ ചെയ്യാമെന്ന് ചോദിക്കലുണ്ട്. ഇങ്ങനെ ഫ്ലവേഴ്സും കാര്യങ്ങളെല്ലാം ഉണ്ടാവില്ലേ കർട്ടന്, അതിനെല്ലാം എനിക്കിഷ്ടപ്പെട്ട എന്തെങ്കിലും പെർഫ്യൂം തന്നെ അടിക്കും. ബാക്കി ഇങ്ങനെ കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം തുടക്കാൻ വേണ്ടിക്ക് എന്തെങ്കിലും ലിക്വിഡ്, എന്തെങ്കിലും മണത്തിന് വേണ്ടിക്ക് എന്തെങ്കിലും ലിക്വിഡ് അങ്ങനെ വാങ്ങിയിട്ട് അങ്ങനെ തുടക്കും. ആദ്യം ഒരു നനഞ്ഞ തുണി വെച്ചിട്ടൊന്ന് മൊത്തത്തിൽ തുടച്ചെടുക്കും. എന്നിട്ട് വീണ്ടും ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയുന്നതാണ്, വീട് എപ്പോഴും ക്ലീൻ ആയിട്ടിരിക്കാനേ നമ്മൾ വീട്ടമ്മമാർ ചെയ്യേണ്ട കുറച്ച് ടിപ്സും കാര്യങ്ങളാണ് കേട്ടോ. വീട് മാത്രമല്ല നമ്മളെ ഹൃദയവും നമ്മളെ ബോഡിയും എല്ലാം ക്ലീൻ ആക്കാനുള്ള ടിപ്സും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഷെയർ ആക്കുന്നുണ്ട്. അങ്ങനെ പിന്നെന്താ, ഞാനിതാ എല്ലാ എന്താ പറയുക കൗണ്ടർ ടോപ്പിന് മുകളിലുള്ള ഓയിലിൻ്റെ ബോട്ടിലും കാര്യങ്ങളും ചിലപ്പോഴെല്ലാം നമ്മൾ കാണലില്ലേ, ഓയിലിൻ്റെ ബോട്ടിലെല്ലാം മൊത്തം പൊടി പിടിച്ച് ഓയിലെല്ലാം ആയിട്ട് മൊത്തം അലങ്കോലമായിട്ട്. ഈ ഒരു കാര്യങ്ങളെല്ലാം നമ്മൾ ശ്രദ്ധിക്കണം കേട്ടോ. കിച്ചണ് ബാഡ് സ്മെൽ മാറാൻ വേണ്ടിക്ക് എന്താ ചെയ്യാന്ന് എന്നോട് അധികം കമൻറ്റിൽ ചോദിക്കലുണ്ട്. ഇങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചാൽ തന്നെ. പിന്നെന്താ, ബേസിൻ്റെ അടിഭാഗത്ത് കുറച്ച് വെള്ളത്തിൻ്റെ അംശവും കാര്യങ്ങളുണ്ടാവും, പൊടികളുണ്ടാവും. അതെല്ലാം ഡെയിലി അല്ലാന്നുണ്ടെങ്കിൽ 2 ദിവസം കൂടുമ്പം തുടക്കുക. അതുപോലെ തന്നെ ഈ നമ്മൾ കൗണ്ടർ ടോപ്പിന് മുകളിൽ വെച്ച മിക്സി, പാത്രങ്ങൾ കാര്യങ്ങൾ അതെല്ലാം ക്ലീൻ ആണെന്ന് നോക്കുക. പിന്നെ അടുപ്പ് ഡെയിലി തുടക്കാൻ ശ്രദ്ധിക്കുക. നമ്മൾ അടുപ്പെല്ലാം ഡെയിലി തുടക്കുമ്പോൾ എന്താ കിട്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം ഡെയിലി തുടച്ചിട്ട് എന്ത് കിട്ടാനാണെന്ന് ചിന്തിക്കുന്നവരുണ്ടാവും. പക്ഷേ ഇല്ലേ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് അടിപൊളിയായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിക്ക് നമ്മൾ മനസ്സും കൊടുത്തിട്ടൊരു ഫുഡ് ഉണ്ടാക്കി അടിപൊളി ടേസ്റ്റ് എന്നെല്ലാം വീട്ടിലത്തെ എല്ലാവരും പറയലില്ലേ. അപ്പം നമ്മളെ കിച്ചൺ എപ്പോഴും നല്ല അടിപൊളിയായിട്ട് നല്ല ക്ലീൻ ആൻഡ് ക്യൂട്ടായിട്ട് ഉണ്ടാവുമ്പോൾ നമുക്കതിൽ കയറുമ്പം ഒരു ഫ്രഷ് ഫീൽ ഉണ്ടാവും, എന്തെല്ലോ ഉണ്ടാക്കാനുള്ള ഒരു ഫീൽ ഉണ്ടാവും. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മളെ ഹാപ്പിനെസ് ഉണ്ട് കേട്ടോ. നമ്മൾ വെറുതെ മടി ഓടിച്ച് തൂങ്ങിപ്പിടിച്ചിരുന്ന് അങ്ങനെ അലസമായ ലൈഫ് നയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരിക്കലും ഹാപ്പിനെസ് ഉണ്ടാവില്ല. നമ്മളെ ലൈഫ് നാളെ ചെയ്യാം ഇന്ന് ചെയ്യണ്ടെന്ന് വിചാരിച്ച് നിൽക്കുമ്പില്ലേ പിന്നേക്ക് മാറ്റി വെക്കുന്ന ആരും ഇതുവരെ ലൈഫിൽ ഹാപ്പിയാണെന്ന് ഞാൻ പറയുന്നത് കേട്ടിട്ടില്ല. നമ്മൾ അന്ന് എന്താണോ നമുക്ക് തോന്നുന്നത് അന്ന് നമ്മളൊരു ഡിസിഷൻ എടുക്കണം, അന്ന് നമ്മൾ ചെയ്യണം. എന്നാലും നമുക്ക് എല്ലാം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും, ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും. പിന്നെന്താ, ഞാൻ കൗണ്ടർ ടോപ്പും അടുപ്പെല്ലാം തുടച്ചതിന് കൗണ്ടർ ടോപ്പും കാര്യങ്ങളെല്ലാം തുടച്ച് രാവിലെ തന്നെ ഈ കാര്യങ്ങളെല്ലാം ചെയ്തിട്ട് ഉച്ചയ്ക്ക് ചോറെല്ലാം ഉണ്ടാക്കണം കേട്ടോ. അപ്പം ഞാൻ പറഞ്ഞ പോലെ ആഷ്മിൻ്റെ ഫിറ്റ്നസ് ചാലഞ്ചിൽ ജോയിൻ ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാം, ഇന്ന ഫുഡ് തന്നെ ഉണ്ടാക്കണം, ഇന്ന് തന്നെ കഴിക്കണം അങ്ങനത്തെ നിർബന്ധമൊന്നുമില്ല. എല്ലാവരും കഴിക്കുന്ന ഫുഡും കാര്യങ്ങളും നമുക്കും കഴിക്കാൻ പറ്റും. അതുകൊണ്ട് ഞാൻ ഇന്നുണ്ട് എന്താ പറയുക, ഇന്നില്ലേ കിച്ചണെല്ലാം വൃത്തിയാക്കി കഴിഞ്ഞിട്ട് എനിക്കങ്ങനെ വൃത്തിയാക്കി കഴിഞ്ഞിട്ട് ഫുഡ് ഉണ്ടാക്കലാണ് ഇഷ്ടം. അന്നേരം എനിക്കൊരു പ്രത്യേക ഒരു ഫീലായിട്ട് എനിക്ക് എന്താ പറയുക പ്രത്യേക ഹാപ്പിനെസ് തോന്നലുണ്ട്. അതിനിടയിൽ മുഹമ്മദ് കുറേ കരഞ്ഞിട്ട് പുതിയങ്ങാടി പോകണമെന്ന് കരഞ്ഞിട്ട് ഉമ്മിപ്പി അങ്ങനെ കൂട്ടാൻ വന്നതാണ് കേട്ടോ. ഓനിക്ക് വീട്ടിൽ തന്നെ നിൽക്കുമ്പോൾ ഒരു മടുപ്പും കാര്യങ്ങളെല്ലാം ഉണ്ടാവും.
അന്നേരം എന്താ പറയുക പുതിയങ്ങാടിയിലോ ഇല്ലാന്നുണ്ടെങ്കിലൊക്കെ ഷോപ്പിൽ പോകുമ്പോൾ അങ്ങനെ പോവും. അങ്ങനെ പിന്നെന്താ ഇക്കാൻ്റെ ഉമ്മയില്ലേന്ന് കുറേ ആൾ ചോദിച്ചിട്ടുണ്ടായിനെ. ഇക്കാൻ്റെ ഉമ്മ മരണപ്പെട്ടു, ഈ പുതിയ സബ്സ്ക്രൈബേഴ്സാണെന്ന് തോന്നുന്നു. ഇളയമ്മ ഉണ്ട്, പിന്നെ പെങ്ങളുണ്ട്. അങ്ങനെ അത് എന്നോട് ഇടയ്ക്ക് ഇങ്ങനെ ചോദിക്കും, ഇക്കാക്ക് ഉമ്മയില്ലേ, ഇക്കാൻ്റെ ഉമ്മാക്കൊന്നും വാങ്ങിയിട്ടില്ലേ എന്നുള്ളത് ചോദിച്ചിട്ടുണ്ടായിന്. ഇക്കാക്ക് ഉമ്മയില്ല കേട്ടോ, ഉമ്മ മരണപ്പെട്ടു പോയി. പെങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇളയമ്മ ഉണ്ട്. അങ്ങനെ പിന്നെന്താ ഏട്ടനും ഉണ്ട്, അങ്ങനെ ഏട്ടന്മാരും ഉണ്ട്. അങ്ങനെ പിന്നെന്താ ഞാനില്ലേ മല്ലിയിലയും തക്കാളിയും എല്ലാം വാങ്ങിയിട്ടുണ്ട്. അതെല്ലാം ബോക്സിലാക്കി വെക്കലാണ്. നാട്ടിൽ വന്നിട്ട് ഇതൊന്നും ചെയ്തിട്ടില്ല. ഫ്രിഡ്ജിൽ അലങ്കോലം ഒന്നും ഉണ്ടായിട്ടുണ്ട്. അതിന് ക്ലീനിങ് വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല. ഞാൻ ആദ്യം വന്ന പാടന്നെ വീടെല്ലാം മൊത്തത്തിൽ ക്ലീൻ ചെയ്യാന്ന് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങളെപ്പോലെ തന്നെ അധികം പറയലുണ്ട് മടിയാണെന്നൊന്നും ചെയ്യാൻ തോന്നില്ല എന്നല്ല. അതുപോലെ തന്നെ മടിയും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരാളാണ് കേട്ടോ ഞാൻ. ഒരിക്കൽ ടെൻഷൻ അടിച്ചിട്ടിരിക്കുന്ന ടൈമുകളുണ്ട്. ഭയങ്കര പെർഫെക്റ്റ് ഒന്നല്ല ഞാൻ, പക്ഷേ അതിൽ നിന്നെല്ലാം അങ്ങനെ ഓവർകം ചെയ്ത് ഒരു പെർഫെക്റ്റ് ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്താ പറയുക ശ്രമിക്കലുണ്ട്. അത്ര തന്നെ അതെനിക്ക് സക്സസ് ആയിട്ട് വരുത്തുണ്ട്. മാഷാ അല്ലാഹ്. ഞാനീ ഫസ്റ്റ് പറഞ്ഞ ഓരോ കാര്യങ്ങളും നമ്മൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാലേ ലൈഫിൽ ഒരു മാസം നമ്മൾ ഫോളോ ചെയ്താൽ തന്നെ ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഫീൽ ചെയ്യും കേട്ടോ. എപ്പോഴും എല്ലാവരും ആശ്രയിച്ച് അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ പറയുക നാളെ ചെയ്യാം മറ്റന്നാളെ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട് നിൽക്കുമ്പോൾ നമ്മളെ ലൈഫ് എപ്പോഴും ഒരേ തോതിലായിരിക്കും കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം ലൈഫിൽ നമുക്ക് ആരോടും അസൂയ കുശുമ്പ് കാര്യങ്ങൾ ഒന്നും ഇല്ലാണ്ടിരിക്കാൻ ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് നമ്മൾ എന്ത് ദ്രോഹം ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നോ അത് കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് കേട്ടോ. നമ്മളിപ്പം വിചാരിക്കും നമ്മളൊരു അയൽവാസി അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂടെ വർക്ക് ചെയ്യുന്നവർ അല്ലാന്നുണ്ടെങ്കിൽ കൂടെ പഠിക്കുന്നവർ അവർ ഭയങ്കര സക്സസ് ആണ്, അവരെ ഇല്ലാണ്ടാക്കാൻ അവരെ കാര്യങ്ങളിൽ തടസ്സം വരുത്താൻ ഓരോരോ കാര്യങ്ങൾ ചെയ്യാൻ പ്ലാൻ ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ ദുഷ്ടചിന്തയോടെ ഓരോ പ്ലാനിങ് ചെയ്യുമ്പോൾ ഈ പ്രകൃതി നമുക്കെതിരെ പ്ലാനുകൾ നെയ്യും. അത് അറിയാണ്ട് കുറേ മണ്ടന്മാരുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ചെയ്യേണ്ട കാര്യം ആരോടും അസൂയില്ല കുശുമ്പില്ല ആരെയും ദ്രോഹിക്കാണ്ട് നമ്മളെ കാര്യങ്ങളായിട്ട് എന്താ പറയുക നമ്മളെ ലൈഫിലേക്ക് മാത്രം ഫോക്കസ് ചെയ്ത് മറ്റുള്ളവർക്ക് ഹെൽപ്പ് ചെയ്യാം മാക്സിമം. അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ ഉയരങ്ങളിലേക്ക് എത്തും കേട്ടോ. അത് തടയാൻ ഒരാൾക്കും കഴിയൂല. പക്ഷേ നമ്മൾ നേരെ മറിച്ച് മറ്റുള്ളവർക്ക് പാര പണിയണം ഇല്ലാന്നുണ്ടെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയണം, ഇല്ലാത്ത കാര്യങ്ങൾ കെട്ടിച്ചമക്കണം, അവളെ നശിപ്പിക്കണം അവനെ നശിപ്പിക്കണം എന്നുള്ള പ്ലാനുമായിട്ടാണ് നമ്മൾ ജീവിക്കുന്നുണ്ടെങ്കിൽ ലൈഫിൽ കർമ്മ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. നമ്മൾ ആർക്ക് എന്ത് ചെയ്യുന്നോ അത് തിരിച്ച് നമ്മളിലേക്ക് തന്നെ വരും. ചിലപ്പോഴെല്ലാം നമ്മൾ പറയല്ലേ എന്താ പഠിച്ചു എൻ്റെ ലൈഫിൽ ഒരു മാറ്റവും ഇല്ലാത്ത ഇങ്ങനെ മുന്നോട്ട് പോകുന്നതെന്ന്. നമ്മളാർക്കെങ്കിലും പാരകളും എന്താ പറയുക നമ്മളാരെങ്കിലും നശിപ്പിക്കണം എന്നെല്ലാം ചിന്തിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മളെ ലൈഫിൽ തന്നെയാണ് കേട്ടോ അത് തിരിച്ച് നെഗറ്റീവ് എഫക്റ്റ് നമ്മളിലേക്ക് തന്നെയാണ് വരുത്തുക. അത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമൊന്നും അധികം ലേഡീസിൻ്റെ ഇടയിൽ സംഭവിക്കുന്ന കാര്യമാണ് അസൂയ എന്ന് പറഞ്ഞത്. അസൂയ ഉണ്ടാകുമ്പം ഒരാളൊരു നല്ല പൊസിഷനിലാണ് അല്ലാന്നുണ്ടെങ്കിൽ ഒരാൾ ഭയങ്കര നല്ല ലൈഫ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ആൾക്കാർ അവളെ നല്ലത് പറയുന്നു അവരെ നല്ലത് പറയുന്നുണ്ടെങ്കിൽ അവരെല്ലാവരും മോശം പറയണം ഇല്ലാന്നുണ്ടെങ്കിൽ അവരെ ലൈഫ് നശിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ട് ഒരുപാട് പ്രത്യേകിച്ചും ഗോസിപ്പ് പറയുക ഇല്ലാത്ത കാര്യങ്ങൾ പറയുക. അതുപോലെ തന്നെ അത് കഴിഞ്ഞിട്ടില്ലെങ്കിൽ വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്തിട്ട് അവരെ നശിപ്പിക്കുക. എന്താ പറയുക കുറേ കാര്യങ്ങൾ ചെയ്യുന്ന നമ്മളെല്ലാം വിശ്വസിക്കാൻ പറ്റാത്ത അത്രയും ദുഷ്ട മന്ത്രങ്ങളും കാര്യങ്ങളെല്ലാം ചെയ്യുന്ന ലേഡീസ് ഇപ്പോഴത്തെ കാലത്തും ഉണ്ട് കേട്ടോ. ഈ ഒരു നൂറ്റാണ്ടിലും അങ്ങനെയെല്ലാം എന്താ പറയുക ബ്ലാക്ക് മാജിക് ചെയ്യുന്ന ആൾക്കാരെല്ലാം ഉണ്ട്. അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എന്ത് കുതന്ത്രങ്ങൾ ചെയ്തതിനാലും അതിൻ്റെ ബാഡ് എഫക്റ്റ് നമ്മളിലേക്ക് തന്നെ വരും കേട്ടോ. ഖുറാനിൽ തന്നെ ബക്ര സൂറത്തിൽ പറഞ്ഞ കാര്യമെന്ന് നമ്മൾ എന്ത് കുതന്ത്രം മറ്റുള്ളവർക്ക് വേണ്ടിക്ക് ചെയ്തതിനാലും നമ്മളിലേക്ക് തന്നെ ആയിരിക്കും. പഠിച്ചോൻ വിചാരിക്കാണ്ട് മാത്രം അതൊന്നും അവരിലേക്ക് എഫക്റ്റ് ചെയ്യൂല, നമ്മളിലേക്ക് തന്നെ എഫക്റ്റ് ചെയ്യും. അപ്പോൾ പഠിച്ചോൻ പറഞ്ഞത് സത്യമല്ലേ. അപ്പോൾ നമുക്കെന്തെങ്കിലും മറ്റുള്ളവരിലേക്ക് നമുക്കിങ്ങനെ അസൂയാലുക്കളെ സ്ത്രീകളൊക്കെ എഴുതി മാറാൻ വേണ്ടിയിട്ടാണ് ഈ നാസ് ഫലക്ക് സൂറത്തെല്ലാം. അതിൻ്റെ എല്ലാം പരിഭാഷ ഓതിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും അന്നും ഇന്നും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ കാലത്തും ഇന്നും എല്ലാം അസൂയാലുക്കളായ ആൾക്കാരുണ്ട്. ഈ അസൂയാലുക്കളെ കൊണ്ട് ഒരുപാട് കെടുതിയും നമുക്കുണ്ടാവും. പക്ഷേ അതിൽ നിന്നെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ ഒരു നാസ് ഫലക്ക് ഇഖ്ലാസ് സൂറത്തെല്ലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുന്നേ നമുക്ക് പറഞ്ഞു തന്നെ. അപ്പം അങ്ങനത്തെ സൂറത്തും കാര്യങ്ങളെല്ലാം നമുക്ക് എന്താ പറയുക നമ്മൾ
പഠിച്ചവന് നമ്മൾ ഇഷ്ടമാണെന്നുണ്ടെങ്കിലേ പഠിച്ചവന് ഒരിക്കലും നമ്മൾ നശിപ്പിക്കില്ല. നമ്മൾ ആരെ നശിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നോ അവരെ തന്നെയാണ് പഠിച്ചവൻ നശിപ്പിക്കുക. അപ്പോൾ അസൂയില്ലാത്ത മനസ്സായിട്ട് നല്ല ക്ലിയർ ഉള്ള ജനിച്ചാലുള്ള കുട്ടികൾ എങ്ങനെയായിരിക്കും അതുപോലത്തെ മനസ്സായിട്ട് നമ്മൾ ജീവിക്കുക. പക്ഷെ നമ്മൾ എത്ര പെർഫെക്റ്റ് ആയിട്ട് ജീവിച്ചു കഴിഞ്ഞാലും നമുക്ക് ഒരുപാട് എന്താ പറയുക വിഷമങ്ങളും കാര്യങ്ങളും കുറ്റപ്പെടുത്തലും ഒറ്റപ്പെടുത്തലും എല്ലാം നേരിടേണ്ടി വരും കേട്ടോ. പ്രത്യേകിച്ച് ഈ ഒരു കാലഘട്ടത്തിൽ സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്ക് ഒരുപാട് ദ്രോഹങ്ങളും കാര്യങ്ങളും ഉണ്ടാവും. അത് പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട കാര്യമില്ല. ഏറ്റവും നല്ല സത്യസന്ധനായിട്ട് ജീവിച്ച പ്രവാചകന്മാരുണ്ട്. ഇബ്രാഹിം നബി അലൈഹിസ്സലാം, യൂസുഫ് നബി അലൈഹിസ്സലാം, പിന്നെന്താ നൂഹ് നബി അലൈഹിസ്സലാം, പിന്നെന്താ നമ്മുടെ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാവരും സത്യസന്ധമായിട്ട് ജീവിച്ചിട്ടും സമൂഹത്തിൽ ഒറ്റപ്പെട്ട ആൾക്കാരാണ് കേട്ടോ. ഒറ്റപ്പെട്ട പ്രവാചകന്മാരുണ്ട്. മറിയം റളിയല്ലാഹു അങ്ങനെ ഒരുപാട് ഖുർആനിലാകെ പേര് പറഞ്ഞത് മറിയം റളിയല്ലാഹു അൻഹു ഒരു സ്ത്രീൻ്റെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിലും അവർ പോലും ഒരുപാട് ഒറ്റപ്പെടുത്തലും കുറ്റപ്പെടുത്തലും എല്ലാം ജനങ്ങളെ ദ്രോഹം ഒരുപാട് അനുഭവിച്ച ആൾക്കാരാണ്. എന്നിട്ടും പടച്ചോനെ അവരെ സക്സസ് ആക്കണമെന്ന് ഉദ്ദേശിച്ചിട്ട് അവരെ ലോകത്തിൻ്റെ മുമ്പിൽ ഏറ്റവും നല്ല ആൾക്കാരായിട്ട് അവരെ എന്താ പറയുക അവസാന കാലഘട്ടത്തിൽ അവരെ പഠിച്ചോൻ ജയിപ്പിച്ചേ. അതുകൊണ്ട് തന്നെ നമ്മളെന്ത് നല്ലത് ചെയ്തിട്ടും കാര്യമില്ല, ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെയാണെന്ന് എല്ലാവരും ജീവിക്കുന്നത് നമ്മൾ ചിന്തിച്ച് കഴിഞ്ഞാൽ പഠിച്ചോനില്ലേ നമ്മൾ പരീക്ഷിക്കുകയാണ്, നീ എങ്ങനെ ജീവിക്കുമെന്ന് നോക്കാൻ വേണ്ടിക്ക്. അപ്പം പഠിച്ചോന് ഇഷ്ടപ്പെട്ട രീതിയിൽ മാത്രം ജീവിക്കുക, ആർക്കും നമ്മൾ ദ്രോഹം വരുത്താണ്ടിരിക്കുക. നമ്മൾ ദ്രോഹിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ആ ദ്രോഹം ചെയ്തെന്ന് പറയുന്ന ഒരുപാട് അസൂയാലുക്കളായ സ്ത്രീകളുണ്ടാവും. പക്ഷെ അതൊന്നും നിങ്ങൾ കണ്ണിൽ കാണണ്ട, അതിനെല്ലാം പഠിച്ചോന് ഉത്തരം കൊടുക്കും. അപ്പം നമ്മളെങ്ങനെയാണോ നമ്മൾ പോസിറ്റീവായിട്ട് ചിന്തിക്കുക, അപ്പം തന്നെ നമ്മൾ ഭയങ്കര ഹാപ്പിനെസ് ആയിരിക്കും. നമുക്ക് വരുന്ന അനുഗ്രഹങ്ങൾക്ക് കണക്കുണ്ടാവില്ല കേട്ടോ. കാര്യം പടച്ചോന് ഒരു ഉദ്ദേശമുണ്ട്, ഈ ഒരു പ്രകൃതി അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അപ്പോൾ നമ്മളാർക്കും ദ്രോഹം വരുത്താണ്ട് നമ്മൾ സക്സസ്സിലേക്ക് മാത്രം മുന്നോട്ട് പോവുക, അതിൽ മാത്രം ഫോക്കസ് ചെയ്യുക, ഹാപ്പിയായിട്ട് ജീവിക്കുക. അത്ര തന്നെയാണ് കേട്ടോ എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് തരാനുള്ള മെസ്സേജ്. പിന്നെ ഫിറ്റ്നസ്സിൽ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫിറ്റായിട്ടിരിക്കുക, നമുക്ക് നമ്മളെ ബോഡി എങ്ങനെ വെക്കാമെന്നുള്ളത് നമ്മളെ അവകാശമാണ്. അപ്പം നമ്മൾ അതിനു വേണ്ടിക്ക് വർക്ക് ചെയ്യുക, അത്ര തന്നെ. പിന്നെന്താ, ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു. എന്നെ ഈ ഇടയ്ക്ക് ഒരു സബ്സ്ക്രൈബർ വിളിച്ചിട്ട് ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ടായിനി. ഈ ഒരു ബ്ലാക്ക് മാജിക്കിനെ പറ്റിയിട്ടെല്ലാം കുറേ കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടായിനി. അതുകൊണ്ട് ഇത് പറയണമെന്ന് തോന്നി. ഈ ബ്ലാക്ക് മാജിക് ഒന്നും എഫക്റ്റ് ചെയ്യുന്ന കാര്യമേ അല്ല കേട്ടോ. കാര്യം നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ഒരുപാട് ഖുർആൻ ആയത്തുകൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതെല്ലാം നമ്മൾ ഓതുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും നമുക്ക് ഈ ബ്ലാക്ക് മാജിക്കും കാര്യങ്ങളും എന്താ പറയുക തട്ടൂല. കാര്യം ബക്ര സൂറത്തിൻ്റെ അറബി പരിഭാഷ ഓതുന്നവർക്ക് എന്തായാലും മനസ്സിലാവും അത് അവർക്ക് തന്നെയാണ് നെഗറ്റീവായിട്ട് എഫക്റ്റ് ചെയ്യുക. അവർക്ക് ദാരിദ്ര്യം വരും, അവർക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളവരെ ദാരിദ്ര്യം കൊണ്ട് പരീക്ഷിക്കും എന്നാണ് പഠിച്ചോൻ പറഞ്ഞിട്ടുള്ളത്. അപ്പം അങ്ങനെയെല്ലാം ചെയ്യുന്നവരെ കുറിച്ചിട്ട് നമ്മൾ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. ആളെന്നോട് കുറേ കാര്യമെല്ലാം ചെയ്തിട്ടുണ്ടായി, ഞാൻ എന്താ ചെയ്യാമെന്നെല്ലാം പറഞ്ഞിട്ട്. അവസാന വിജയിലെ എപ്പോഴും ഇല്ലേ പെർഫെക്റ്റായിട്ട് സത്യസന്ധമായിട്ട് ജീവിക്കുന്നവർക്കായിരിക്കും. ഇപ്പം എത്ര കളവുകൾ കെട്ടിച്ചമച്ചാലും ഒറ്റപ്പെടുത്തിയാലും കുറ്റപ്പെടുത്തിയാലും ഇല്ലേ, നമ്മൾ സത്യമാണോ പ്രപഞ്ചം അത് തെളിയിക്കാണ്ട് നമ്മളെ മരിപ്പിക്കൂല എന്നാണ് പറയുന്നത്. അങ്ങനെ അപ്പോൾ ഹാപ്പി ആയിട്ടിരിക്കുക, അത്ര തന്നെ. ഞാൻ കുറേ സംസാരിച്ചു, സോറി ഏട്ടാ. അത് കേട്ടുകൊണ്ട് എനിക്ക് സങ്കടമായിട്ട് തോന്നിയോണ്ട് ഞാൻ അങ്ങനെ നിങ്ങൾക്ക് ഷെയർ ആക്കിയതാണ്. അപ്പോൾ അതുപോലെ ഒരുപാട് ലേഡീസ് ഉണ്ടാവില്ലേ വിഷമിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും കൂടി ഇത് ഷെയർ ആക്കുമ്പം അവർക്കും കൂടി ഒരു ആശ്വാസമാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഷെയർ ആക്കിയതാണ് കേട്ടോ. ഞാനില്ലേ ചിക്കൻ കറിയും ചോറും, എനിക്ക് ചോറ് വയ്ക്കാൻ ഭയങ്കര കൊതിയായിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ചോറ്, പിന്നെ ചിക്കൻ കറി, ചിക്കൻ ഫ്രൈ, പിന്നെ പപ്പായൻ്റെ കാര്യം വിറ്റാണ്. ഞാനില്ലേ പപ്പായ മരം നടും. ആ പപ്പായ മരത്തിലാണെങ്കിൽ ചെറിയ പപ്പായ മരമായിരിക്കും, ആ പപ്പായ മരത്തിലാണെങ്കിൽ കുറേ പപ്പായ പിടിക്കും. പക്ഷെ നമ്മളൊന്ന് തൊട്ട് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആ പപ്പായ മരം മൊത്തത്തിൽ വീണ് ആ പപ്പായ മൊത്തത്തിൽ മോശമാവും. അങ്ങനെ കുറേ പഴുക്കാനായ പപ്പായ ഉണ്ടായിട്ടുണ്ടായിന് വീണിട്ട്. അപ്പം ഞാൻ വിചാരിച്ചു അത് വറക്കാന്ന്. ചിലപ്പോൾ എല്ലാം ഉപ്പും മുളകെല്ലാം പറ്റിയിട്ട് തിന്നും. ഇതിപ്പം ഞാൻ വിചാരിച്ചു എന്തായാലും വറക്കാമെന്ന് വിചാരിച്ചിട്ട് അതും കട്ടാക്കി എടുക്കുന്നുണ്ട്. പിന്നെ ചിക്കന് ഫ്രൈ ആക്കുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് ഇഷ്ടപ്പെട്ട ഫുഡെല്ലാം കഴിച്ചിട്ട് നമുക്ക് ചലഞ്ചിൽ ജോയിൻ ചെയ്യാൻ പറ്റും കേട്ടോ. ആ കാര്യം പറഞ്ഞിട്ട് ആർക്കും ടെൻഷൻ വേണ്ട. അങ്ങനെ ഇനിയിപ്പോൾ ഇതാ ഉച്ചയ്ക്ക് നോമ്പെല്ലാം കഴിഞ്ഞേരെ കുറേ നാൾ നമ്മളെ കണ്ണൂർ ഭാഗത്ത് അധികം എല്ലാ വീടുകളോന്നും എനിക്കറിയില്ല. കണ്ണൂർ ഭാഗത്തിലെ നോമ്പിന് ചോറ് വെക്കുകയേ ചെയ്യില്ല. അത്താഴത്തിനാണെന്നുണ്ടെങ്കിൽ തലേ ദിവസം ഇങ്ങനെ
നോമ്പ് തുറക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയ ഐറ്റംസ് എല്ലാം തന്നെയാണ് കഴിക്കൽ. പിന്നെ ചോറായി ഒരു മാസം കഴിക്കില്ല. കണ്ണൂർ എല്ലാ വീട്ടിലൊന്നും ഞാൻ പറയില്ല, നമ്മളെ വീട്ടിലെല്ലാം പണ്ടേ അങ്ങനെ തന്നെയാണ് കേട്ടോ. അങ്ങനെ എപ്പോഴെങ്കിലും ഒരു പൂതി തോന്നിക്കഴിഞ്ഞാൽ ചോറ് ഉണ്ടാക്കുമെന്നല്ലാണ്ട് ഞാനൊന്നും ഇപ്രാവശ്യം നോമ്പിന് ചോറ് കഴിച്ചിട്ടേ ഇല്ല. അതുകൊണ്ട് തന്നെയില്ലേ നോമ്പ് കഴിഞ്ഞൊരു ചോറും ഫ്രൈയും ഇങ്ങനെ വറവും കാര്യങ്ങളെല്ലാം കഴിക്കാൻ ഭയങ്കര കൊതി. അതുപോലെ തന്നെ ഇപ്പം പഴുത്ത മാങ്ങൻ്റെ എല്ലാം സീസണല്ലേ, ഫ്രിഡ്ജിൽ വെച്ച് നല്ല തണുത്ത പഴുത്ത മാങ്ങെല്ലാം കഴിക്കാൻ നല്ല രസമല്ലേ. തണുത്ത കുറേ ഐറ്റംസ് കഴിച്ചുകൊണ്ടാണെന്ന് തോന്നുന്നു എനിക്കിങ്ങനെ തൊണ്ടവേദനയും കാര്യങ്ങളെല്ലാം പനിയെല്ലാം ഉണ്ടായിട്ടുണ്ടായിന്. അതുകൊണ്ടാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിന്. ഇപ്പോൾ ചോറ് തന്നെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചോറുണ്ടാക്കലാണ്. എനിക്കും കുറേ നാളെ ഈ ചോറെല്ലാം കഴിച്ചിട്ട് അങ്ങനെ പ്രത്യേക ടേസ്റ്റ് അല്ലേ. ഇങ്ങനെ ഇതുവരെ ഇങ്ങനെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കണം കേട്ടോ. നമ്മളിങ്ങനെ മുളകിട്ട ചിക്കൻ കറിയും ചിക്കൻ ഫ്രൈയും ചോറും വറവും പൊരിച്ചതും എല്ലായിട്ട് അടിപൊളിയാണ്. ഇതാ തേങ്ങ വറവിന് വേണ്ടിയിട്ട് ഞാൻ തേങ്ങ ഇടലുണ്ട് കേട്ടോ. വറവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തോരനെയാണ് കേട്ടോ. വറവ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറച്ച് തേങ്ങ മതി. ഞാനൊരു ചെറിയ പപ്പായാണ് എടുത്തിട്ടുള്ളത്. അത് ഗ്രേറ്ററിൻ്റെ ചെറിയ വലിയ ഹോളിലിട്ടിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്താൽ മതി. പക്ഷെ പഴുത്തോണ്ട് തന്നെ ഗ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമില്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ ചെറുതായിട്ട് കട്ടാക്കിയാണ് കേട്ടോ ചെയ്തത്. ചെറുതായിട്ട് പഴുപ്പ് വന്നിട്ടുണ്ടായിന്. പിന്നെ ഞാനിപ്പോൾ കുക്ക് ചെയ്യുന്ന ഈ ഒരു പാത്രങ്ങളിലില്ലേ, ഞാൻ ട്രെൻഡോളിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ക്വാളിറ്റി ഉള്ളതാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിലേ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ട്രെൻഡോളിൻ്റെ ഈ പാത്രത്തിൻ്റെ ലിങ്കും കാര്യങ്ങളും കൊടുക്കാം. പിന്നില്ലേ നിങ്ങൾക്ക് അപ് ടു 50% ഡിസ്കൗണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്യുക കേട്ടോ. പിന്നെ ട്രെൻഡോളിൽ നിന്ന് നിങ്ങൾ എന്ത് വാങ്ങുകയാണെന്നുണ്ടെങ്കിലും ഇർഫാന എന്ന് പറഞ്ഞ ഓഫർ കോഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അപ് ടു 50% ഡിസ്കൗണ്ട് കിട്ടും. അതുപോലെ തന്നെ ഇല്ലേ ഞാൻ ട്രെൻഡുകളിൽ നിന്ന് കുറേ പാത്രങ്ങളെല്ലാം വാങ്ങിയിട്ടുണ്ട്. അതിൻ്റെ ലിങ്കെല്ലാം ഞാൻ കൊടുക്കാം, നിങ്ങൾ ചെക്ക് ചെയ്തോ. നല്ല ക്വാളിറ്റിയിൽ ഐറ്റംസാണ്. വാങ്ങിയിട്ട് പൊട്ടുപോയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അതിനെക്കുറിച്ചിട്ട് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനൊരു പാത്രം എന്ത് കാര്യങ്ങളും കാണിക്കുമ്പം അത് യൂസ് ചെയ്തിട്ട് വിശ്വാസം എന്ന് ഉറപ്പിച്ചിട്ട് മാത്രമേ നിങ്ങൾക്ക് ഷെയർ ആക്കും. ഇങ്ങനെ ഇനിയിപ്പോൾ ഞാനില്ലേ വറവുണ്ടാക്കിയിട്ടുണ്ട്. ചിക്കൻ കറി എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയുന്ന തന്നെയല്ലേ. ഞാൻ 2 മീഡിയം സൈസിലുള്ള ഉള്ളി, ഒരു ബൾബ് വെളുത്തുള്ളി, 2 ഇഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി, ഒരു 3 പച്ചമുളക്. ഉള്ളി കുറച്ച് വെളിച്ചെണ്ണയിൽ വഴറ്റിയെടുക്കും. എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക്, ഒരു 5 തക്കാളി. നല്ലോണം കുക്കായിട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഗരം മസാല പൗഡർ ഇട്ട് കൊടുക്കും. ഒരു 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിക്കും 1 ടേബിൾ സ്പൂൺ മുളക് എന്ന അളവിലാണ് ഇട്ട് കൊടുക്കുക. അവരിപ്പോൾ 3 ടേബിൾ സ്പൂൺ മല്ലി വേണമെന്നുണ്ടെങ്കിൽ, കുറച്ച് ലൂസായിട്ടുള്ള കറി വേണമെന്നുണ്ടെങ്കിൽ ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കും. 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കും. എന്നിട്ട് എല്ലാം ഒന്ന് റോസ് സ്മെല്ല് മാറിക്കഴിഞ്ഞാൽ ചിക്കൻ ഇട്ട് കൊടുക്കും. ആവശ്യത്തിന് വെള്ളം ഇട്ട് കൊടുക്കും. ഒരു 3 വിസിൽ വരെ വേവിക്കും. കറി റെഡിയാകും കേട്ടോ. ഞാനിതിപ്പോൾ നല്ല ലൂസായിട്ടുള്ള കറിയാണ് റെഡിയാക്കിയ കാര്യം. എനിക്ക് അങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാൻ, അങ്ങനത്തെ കറി കൂട്ടിയിട്ട് ചോറ് വയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എല്ലാ ഐറ്റംസും റെഡി ആയിട്ടുണ്ട്. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. അപ്പം നമ്മളിങ്ങനെ മടിയെല്ലാം പിടിച്ച് ഒന്നും ഉണ്ടാക്കാണ്ടും ഇങ്ങനെ ബെഡിൻ്റെ എല്ലാം കിടന്ന് ഒന്നും ചെയ്യാണ്ടെല്ലാം നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ആക്റ്റീവായിട്ട് നമ്മൾ കുട്ടികൾക്ക് നല്ല ഫുഡെല്ലാം ഉണ്ടാക്കി കൊടുത്ത് ഹാപ്പി ആയിട്ട് ഒന്ന് എന്താ പറയുക നമ്മളെ ലൈഫ് ഒന്നും കൂടി റീസ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോസിറ്റീവായിട്ട് ജീവിക്കാനും പോസിറ്റീവായിട്ട് ചിന്തിക്കാനും ശ്രമിക്കും. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പം നിങ്ങൾ മടിയെല്ലാം പിടിച്ച് ഇങ്ങനെ ഫോണിൽ ഇങ്ങനെ റീൽസും കാര്യങ്ങളെല്ലാം കണ്ട് ബോറടിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താ പറയുക മടി വെച്ച് ഇരിക്കുകയാണെന്നുണ്ടെങ്കിലും ഒന്നെണീച്ച് നമ്മളെ വീടും പരിസരവും ഒന്ന് നോക്കുക. എന്നിട്ട് എവിടെയാണോ സ്റ്റാർട്ട് ചെയ്യേണ്ടത് അവിടെ സ്റ്റാർട്ട് ചെയ്തു ഒന്ന് കുളിച്ച് ഫ്രഷായി നമസ്കരിക്കുന്നവരാണെങ്കിൽ നമസ്കരിച്ച് രാത്രിയൊക്കെയുള്ള ഫുഡും കാര്യങ്ങളും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. നമ്മളെ കുട്ടികളെയും നമ്മളെ വീടും പരിസരം എല്ലാം നമ്മളെ എന്താ പറയുക കൺട്രോളിൽ ഹാപ്പിയായിട്ട് നമ്മുടെ ചുറ്റുപാട് ഹാപ്പിയായിട്ട് ഉണ്ടാക്കൽ നമ്മുടെ ചുറ്റുപാട് ഹാപ്പിയായിട്ട് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് ആക്റ്റീവ് ആവണം. അത് അവർ ചെയ്യട്ടെ ഇവർ ചെയ്യട്ടെ മറ്റുള്ളവർ കൊണ്ടുതരുമെന്ന് വിചാരിച്ചിട്ട് നിൽക്കണ്ട. നമ്മൾ തന്നെ നമ്മളെ വീടും പരിസരവും എല്ലാം പോസിറ്റീവായിട്ട് വെക്കാൻ ശ്രമിക്കുക. നമ്മൾ ദ്രോഹിക്കുന്നവരെന്നുണ്ടെങ്കിൽ അവരെ പടച്ചോനെ ഏറ്റെടുക്കും. തവക്കൽത്തു അലല്ലാഹ് എന്ന് പറഞ്ഞിട്ട് ഹാപ്പിയായിട്ട് മുന്നോട്ട് പോകട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിലേ ലൈക്കും കമൻറ്റും ചെയ്യുക. ചോറും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് കിച്ചണ് മൊത്തം ക്ലീൻ ആക്കി കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഉച്ചക്ക് ഉറങ്ങൊന്നും ചെയ്യില്ല കേട്ടോ. എഡിറ്റിങ്ങും കാര്യങ്ങളിലേക്ക് പോകും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും, ബൈ.